പ്രകൃതി സൗന്ദര്യം കൊണ്ട് നമ്മെ വിസ്മയിപ്പിക്കുന്ന ഒരു ഗൾഫ് രാജ്യമാണ് ഒമാൻ. ഒമാനിലെ ഒരു ഗ്രാമത്തിലേക്കാണ് ഇനിയുള്ള യാത്ര. സമുദ്രനിരപ്പിൽ നിന്ന് 2000 മീറ്റർ ഉയരമുള്ള വക്കാൻ ഗ്രാമം. മാതളവും മുന്തിരിയുമൊക്കെ കൃഷി ചെയ്യുന്ന ഒരു ഗൾഫ് ഗ്രാമത്തിലെ കാഴ്ചയുമായി അലി കൂട്ടായി ചേരും. എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിൽ വെള്ളയും പിങ്കും നിറത്തിലുള്ള പൂക്കളാൽ നിറഞ്ഞ മനോഹരമായ ഒരു കുന്നിൻ മുകളിലെ ദൃശ്യം ഒമാനിലെ സമൂഹ മാധ്യമങ്ങളിൽ നിറയാറുണ്ട്. മേഘങ്ങളെ തൊട്ടു തലോടി കാറ്റിൽ ആടിയുലയുന്ന പൂക്കൾ. ആപ്രിക്കോട്ട് മരങ്ങളാണ് അപ്പൂത്ത് നിൽക്കാറുള്ളത്. മലമുകളിൽ അത്ഭുതം ഒളിപ്പിച്ചു വെക്കുന്ന വഖാൻ. വക്കാൻ വില്ലേജ് സമുദ്രനിരപ്പിൽ നിന്ന് ഒരുപാട് ഉയരത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നല്ല കാറ്റുണ്ട്. മുന്തിരി, ആപ്രിക്കോട്ട്, മാതള നാരങ്ങ, അങ്ങനെ ഒരുപാട് പഴവർഗ്ഗങ്ങളും കൃഷി ചെയ്യുന്ന ഒരു സ്ഥലം. മാർച്ച് ആവുന്നതോടെ പൂക്കൾ കായകളായി മാറിയിട്ടുണ്ടാവും. ജൂൺ തുടക്കത്തിൽ ആപ്രിക്കോട്ട്, ജൂലൈയിൽ അത്തിപ്പഴം, മാതള നാരങ്ങ, ഓഗസ്റ്റിൽ പ്രാദേശിക മുന്തിരി. അങ്ങനെ വിവിധങ്ങളായ ഫലങ്ങളുടെ വിളവെടുപ്പ് സീസണിന് തുടക്കമാകുന്ന മാസങ്ങൾ. ഇതോടെ വേനൽക്കാലത്തും സന്ദർശകരെത്തുന്ന ഇടമായി വഖാൻ മാറാറുണ്ട്. ഞങ്ങളുടെ മൂന്നാമത്തെ പ്രാവശ്യം എല്ലാവരും കൂടെ വരുന്നത്. ആദ്യ പ്രാവശ്യം വന്നപ്പം കുറച്ച് പൂവുണ്ടായിരുന്നു. രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പം മുന്തിരി ശരിക്കും കാച്ചിട്ടുണ്ടായിരുന്നു. താഴത്തുനിന്ന് നമ്മൾ തുടങ്ങി ആപ്രിക്കോട്ടും മുന്തിരിയും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആപ്രിക്കോട്ടിൻ്റെ എന്താ പറയുക, പൂവിട്ട കാലങ്ങൾ കുറച്ച് മാറി കുറച്ച് കായ്ക്കളൊക്കെ വന്നിട്ടുണ്ട്. നല്ലൊരു വൈബാണ്, നല്ല ക്ലൈമറ്റാണ്. മസ്കറ്റിന് ഏകദേശം ഒരു 1.5-2 മണിക്കൂർ ദൂരമുണ്ട് ഈ വക്കാൻ വില്ലേജ് എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ ഈ സീസണിൽ നോർമലി ചെറി ബ്ലോസം പൂക്കൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് കാണാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. പക്ഷെ ഇവിടെ നല്ല തണുപ്പും ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. ഇങ്ങോട്ടുള്ള ഡ്രൈവും ഓഫ് റോഡ് വഴി വന്നിട്ടുള്ള നല്ല എൻജോയബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. മസ്കത്തിൽ നിന്ന് ഏകദേശം 2 മണിക്കൂർ യാത്ര ചെയ്താൽ വക്കാനിലെത്താം. സൗത്ത് ബാത്തിനഗറിലെ നഖൽ വിലായത്തിലെ വാദി മിസ്തലിലാണ് വില്ലേജ് ഉള്ളത്. സാഹസിക വിനോദസഞ്ചാരികൾ ഇഷ്ടപ്പെടുന്ന പർവ്വത താമസ സൗകര്യങ്ങളും പുരാതന കാർഷിക പാതകളും പർവ്വത പാതകളിലൂടെയുമുള്ള ഹൈക്കിങ്ങുമാണ് ഏറെ മനോഹരം. മലകൾക്ക് മുകളിലേക്ക് എത്താൻ കയറേണ്ടത് 700 പടികളാണ്. കയറിപ്പോകുന്ന പടികൾക്ക് ഇരുവശത്തുമായി ഫലവൃക്ഷങ്ങൾ പൂത്തും കായ്ച്ചും നിൽക്കുന്നുണ്ടാവും. മലമുകളിൽ നിന്ന് പരമ്പരാഗത ജലസേചന സംവിധാനമായ ഫലജ് വഴി വെള്ളം ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത് കാണാം. 100 കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള പുരാതന പള്ളിയും ഗ്രാമത്തിലുണ്ട്. നമ്മളിവിടെ വന്നിട്ടുള്ള ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഒമാനിൽ നമ്മൾ വന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ഫീല് ഗ്രാമങ്ങളിൽ അതിൻ്റെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അടിപൊളിയായിട്ട് തോന്നി. ഇവിടെ വന്നിപ്പോൾ പെരുന്നാളായിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ കിട്ടുന്നുണ്ട്. പുറത്ത് നമ്മൾ മുകളിലെത്തിയപ്പോൾ പല അരുവികൾ, ചെറിയ അനാറ് പോലെയുള്ള ഡിഫറെൻറ്റ് നല്ല പച്ചപ്പുകൾ. ഇപ്പം ഒരു സൈഡിൽ നിന്ന് ഫുള്ള് പച്ചപ്പാണെങ്കിൽ പോലും നമ്മൾ പുറത്ത് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് മലകൾ. ആ ഒരു ഡിഫറെൻറ്റ് ഇങ്ങനെ കാണാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര, പ്രത്യേകിച്ച് ഈ സമയത്തൊക്കെ കാണാൻ പറ്റുക എന്നുള്ളത്. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഭയങ്കര ഫീലാണ്. എല്ലാം കൊണ്ടും നമുക്കൊരു ആസ് എ ടൂറിസ്റ്റ് വളരെയധികം അക്സെപ്റ്റ് ചെയ്യുന്നതും നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. ഫാമിലീസിനൊക്കെ നല്ല രീതിക്ക് വരാം. പടികൾ കയറി തുടങ്ങുന്നിടത്ത് തന്നെ വ്യത്യസ്തമായ ഒരു കാഴ്ച കാണാം. അതൊരു കടയാണ്. വെള്ളവും സ്നാക്സും ലഭിക്കുന്ന കട. പക്ഷേ കച്ചവടക്കാരില്ല. സാധനങ്ങൾ എടുത്ത് പണം അവിടെ കൊടുത്തിരിക്കുന്ന പെട്ടിയിൽ നിക്ഷേപിക്കാം. പിന്നെ മുകളിലേക്ക് കയറി തുടങ്ങാം. എപ്പോഴും വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റ് നമ്മെയും കൊണ്ട് മല കയറി തുടങ്ങിയിട്ടുണ്ടാവും. സുൽത്താനേറ്റിൽ ആപ്രിക്കോട്ടും പീച്ചും വളരുന്ന ചുരുക്കം ചില പ്രദേശങ്ങളിൽ ഒന്നാണ് വഖാൻ. ഈ പഴങ്ങൾ നടുന്നതിന് ഉയർന്ന പ്രദേശവും തണുത്ത കാലാവസ്ഥയും ആവശ്യമാണ്. ഇവ രണ്ടും ഒത്തിണങ്ങിയ പ്രദേശമാണിത്. അത്തരം കാലാവസ്ഥ കർഷകർക്ക് മികച്ച വിള നേടാനും അത് വാണിജ്യപരമായി നേട്ടങ്ങൾ കൊയ്യാനും സാധിക്കും. ഉയർന്ന ഡിമാൻഡ് കാരണം കർഷകർക്ക് മികച്ച വരുമാന മാർഗമാണ് ആപ്രിക്കോട്ട്. രാസപദാർത്ഥങ്ങൾ ഒന്നും ചേർക്കാതെ വളരുന്ന ആപ്രിക്കോട്ട് വിളകൾക്ക് പേര് കേട്ടതാണ് ഈ ചെറിയ ഗ്രാമം. ഏപ്രിൽ പകുതിയോടെയാണ് പാകമാവാൻ തുടങ്ങുക. വിളവെടുപ്പ് 1 മാസം മുതൽ 1.5 മാസം വരെ തുടരും.
പ്രാദേശിക കർഷകർ തങ്ങളുടെ വിളകൾ സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് അല്ലെങ്കിൽ സൂക്ക് നഖലിലും സമീപത്തെ മാർക്കറ്റുകളിലും വിൽക്കും. പഴങ്ങളുടെ വിളവെടുപ്പ് കാലമായ മെയ് പകുതി മുതൽ ഓഗസ്റ്റ് അവസാനം വരെയാണ് വഖാൻ സന്ദർശിക്കാൻ അനുയോജ്യമായ സമയം. കഴിഞ്ഞ വർഷം വഖാനിലെത്തിയത് 40,000-ഓളം സന്ദർശകരാണ്. സവിശേഷമായ കാലാവസ്ഥ ആഗോള വിനോദസഞ്ചാരികൾക്ക് വർഷം മുഴുവനും എത്താവുന്ന ഇടമാക്കി വഖാനെ മാറ്റുന്നുണ്ട്. ഗവർണറേറ്റിന്റെ ടൂറിസം ഭൂപടത്തിൽ വഖാനെ പ്രധാന ലക്ഷ്യസ്ഥാനമായി ഉയർത്താനുള്ള ശ്രമങ്ങളും നടന്നു വരികയാണ്. സുരക്ഷാ തടസ്സങ്ങളും വിശ്രമ കേന്ദ്രങ്ങളും സ്ഥാപിച്ച് പർവ്വതപാതകൾ വികസിപ്പിക്കുന്നുണ്ട്. പരമ്പരാഗത വീടുകളെ അതിഥി മന്ദിരങ്ങളാക്കി മാറ്റി പ്രദേശവാസികളുടെ സാമ്പത്തിക മുന്നേറ്റത്തിന് സഹായിക്കുന്നുമുണ്ട്.